ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ അല്ല കേട്ടോ, രാത്രി. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവനക്ക് എന്താ ഈ നട്ടപ്പാതിരക്ക് പണിയെന്ന്. ഞാൻ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മള് പാസ്റ്റില് കഴിഞ്ഞ 365 ദിവസത്തെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വെറുതെ ഉറങ്ങി തീർക്കോ? ഇല്ലല്ലോ. ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ കഴിഞ്ഞ 365 ദിവസവും പാപങ്ങളും ചെയ്ത് കുത്തിരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, എന്തെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ? അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നാളെ മുഹറം 9. ദാറ്റ് മീൻസ് എനിക്ക് നാളെ നോമ്പുണ്ട്. നാളെയും മറ്റന്നാളും എനിക്ക് നോമ്പുണ്ട്. ആക്ച്വലി ഇതൊരു സുന്നത്ത് നോമ്പാണെങ്കിലും ഇത് നമ്മൾ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മുഹറം മാസത്തിലെ നോമ്പാണ് ഇത്. അപ്പൊ എന്തായാലും ഞാൻ അത്തായൊക്കെ തിന്നിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഈ ഒരു മാസത്തിൽ വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യട്ടോ. ശരി, അസ്സലാമു അലൈക്കും.